ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അവസാനമായി കളിച്ച 12 മത്സരങ്ങളിൽ നിന്ന് 13 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ സാന്റോസിൽ എത്തിയതിനു ശേഷം എല്ലാ കണക്കുകളിലും ഒന്നാമത് നിൽക്കുന്നത് നെയ്മർ ജൂനിയർ തന്നെയാണ്. ഇപ്പോഴിതാ മറ്റൊരു കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2026 എന്ന ഈ സീസണിൽ ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിടേണ്ടി വന്ന താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് അഥവാ ഫൗളിന് ഇരയാകുന്നത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ തന്നെയാണ്. അതായത് ഓരോ മത്സരത്തിലും ശരാശരി 4.4 ഫൗളുകളാണ് നെയ്മർക്ക് നേരിടേണ്ടി വരുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു കണക്ക് തന്നെയാണ്. നെയ്മർ ജൂനിയർ സ്ഥിരമായി കൊണ്ട് ഫൗളിന് ഇരയാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്. രണ്ടാം സ്ഥാനത്ത് മാത്യൂസ് പെരേര വരുന്നു. ക്രുസൈറോ താരമായ ഇദ്ദേഹം ഓരോ മത്സരത്തിലും ശരാശരി 4.2 വീതം ഫൗളുകൾക്ക് ഇരയാവേണ്ടി വരുന്നു. മൂന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കോയുടെ വിവേറസ് എന്ന ഒരു താരം വരുന്നു. 3.73 അദ്ദേഹത്തിൻ്റെ ഒരു ശരാശരി വരുന്നത്. കൂടാതെ ഈ ലിസ്റ്റിൽ 6-ാം സ്ഥാനത്ത് വിറ്റോർ റോക്ക് വരുന്നു. 7-ാം സ്ഥാനത്ത് ഗ്രിമിയോയുടെ ആർദർ വരുന്നു. അതുപോലെ തന്നെ 8-ാം സ്ഥാനത്ത് എവർട്ടൺ റിബൈറോ, 9-ാം സ്ഥാനത്ത് ഹൾക്ക്, 10-ാം സ്ഥാനത്ത് ബ്രീനോ ബൈഡൻ എന്നിവരൊക്കെ വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ സീസണിലെ കാര്യം നോക്കുമ്പോൾ 2025 ബ്രസീലിയൻ ലീഗിൽ നെയ്മർ ജൂനിയർ ആണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഓരോ മത്സരത്തിലും ശരാശരി 3.4 ഫൗളുകൾ വീതം നെയ്മർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് മാത്യൂസ് പെരേര തന്നെയാണ്. 3.26 വീതം ഫൗളുകളാണ് ഓരോ മത്സരത്തിലും കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന താരം അത് നെയ്മർ ജൂനിയർ തന്നെയാണ്. നെയ്മർക്ക് ഇത്രയധികം ഫിറ്റ്നസ് പ്രശ്നങ്ങളും പരിക്കിൻ്റെ പ്രശ്നങ്ങളും വരുന്നതിൽ അത്ഭുതമില്ല. കാരണം അത്രയേറെ ഫൗളുകളാണ് ഓരോ മത്സരത്തിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.